തോട്ടത്തിൽ പോയി സംസാരിക്കാം. നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. അതിനുള്ള ആളെ അവർ കണ്ടുവച്ചിരിക്കുക. രേഖ, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ? മനസ്സിനിണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ? അത് ശരി. നിനക്കാണെങ്കിൽ ആണുങ്ങളെന്ന് വെച്ച ചതുർത്ഥ്യ. പിന്നെങ്ങനെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നൊരു പുരുഷൻ എത്തിക്കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചയെ പോലിരുന്നത്. ഞാൻ ഈ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ. ആരടിയ സങ്കല്പ പുരുഷൻ? ബാലേട്ടൻ. വേണ്ട, നിന്റെ ചേട്ടനെ ജീവനോടെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ചേട്ടാ, ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ മറന്നുകൂടാ. ചേട്ടാ, സരിത ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല. വേണ്ട രേഖ, ആവശ്യമില്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കൂ. രേഖ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി വരരുത്. എന്റെ ചേട്ടനത് ഇഷ്ടമല്ല. രേഖ, നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്ന എന്റെ ചേട്ടന് നീ മൂലം അതുണ്ടാകരുത്. ചേട്ടന്റെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ കുഞ്ഞെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കല്യാണം കഴിച്ചുള്ളൊരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം. അമ്മേ, ഞാൻ ബാലേട്ടനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ബാലേട്ടന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ. മനസ്സ് വെളുത്തതാണ്. അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത്. അത് ഞാൻ ബാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം പോലെ ചെയ്തു. ബാലേട്ട. സരിതയോ? സരിത ഇങ്ങോട്ട് വരരുതായിരുന്നു. വിവരങ്ങൾ രേഖ പറഞ്ഞില്ലേ? ബാലേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇത്ര വെറുപ്പാണോ? സ്നേഹമുള്ളതുകൊണ്ടാണ് സരിത എന്നിൽ നിന്ന് അകറ്റുന്നത്. ബാലേട്ടൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസവും അവിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ്. ഞാൻ എന്റെ പരിധിയെപ്പറ്റി ബോധവാനാണ്. സരിത പോകൂ. ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലേട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണ വാർത്ത ബാലേട്ടൻ കേൾക്കും. അപ്പൊ അവക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലേട്ടനുണ്ടാവുമല്ലോ. സരിത, സരിതേ, പാവത്തിന് സിഗരറ്റ് വെച്ച് കൊള്ളി. നിന്റെ അമ്മയുടെ പെണ്ണമക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാകുമെന്ന് കരുതി എങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടെ വന്നിട്ട് അവൾ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലെങ്കിലും അവനെ പ്രേമിക്കാനറിയാം.
എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും അല്ലേ? സുകുമാരൻ നായരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി മേലാൽ ഈ വീട് വിട്ട് പുറത്തു പോയാൽ അടിച്ചതിന് മുട്ടിയാൻ ഒടിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന്. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞൊണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറിക്കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കാടി. അല്പം പഠിപ്പ് കൂടിയത് കൊണ്ട് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. മോളെ, അമ്മയ്ക്ക് ഒരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അത് ബാലേട്ടനെ ആലോചിച്ചാ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്ക് എങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടന് സുഖമായി ജീവിക്കും. നിന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയതാ. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇതാ ബാലുമമ്മി ചോക്ലേറ്റ്. ഇന്ന് എന്താ വിശേഷം അറിയാവോ? മിനിക്കുട്ടി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കുമല്ലോ അല്ലേ? ക്ഷണിക്കാനും കൂടി മിനിക്കുട്ടി വന്നത്. അമ്മമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലുമമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വെക്കോ? അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ. മാമേ, ദേവി തൊഴണമെങ്കിൽ കുളിച്ചിട്ട് വേണം. മാമ കുളിച്ചതാ, മോള് കുളിച്ചില്ലേ? അയ്യേ, ബാലുമാമി ഒരു മണക്കൂസ. പിറന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ? എന്നാ നമുക്ക് കാലും മുഖമൊക്കെ കഴുകാം. ആ, കഴുകാം. എന്റെ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ മനസ്സൊന്നാണ് ബാലേട്ട. അത് വേർപെടുത്താൻ ഇനി ആരെ കൊണ്ട് കഴിയില്ല. ദേവി, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണേ. അയ്യോ അമ്മേ, സൂക്ഷിച്ചിറങ്ങണേ. അമ്മേ, അതൊക്കെ ആയിരിക്കും. പതുക്കെ കയറിക്കും. അയ്യോ അമ്മേ. അമ്മേ, മോള് വീട് നോക്കിക്കോ. ചേച്ചി ആശുപത്രി കൊണ്ടുപോവാ. അമ്മ ഞാനും കൂടെ വരാം. അമ്മേ, എല്ലാവരും കൂടെ പോയാലേ വല്ല ഉണ്ടാക്കി കഴിക്കണ്ടേ? അതോ ആ പോകാം. ചേച്ചി പ്രസവിച്ചു. ആൺകുട്ടിയാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആകെപ്പാടെ വേർത്ത് മാറിയിരിക്കുക. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ.
എന്നോട് ക്ഷമിക്കേ. ഇയാളെ വിശ്വസിച്ച് ഇനിയും 2-3 ദിവസം ഇവിടെ എങ്ങനെ കഴിയാ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഓ എന്റെ ഈശ്വര. നോക്കൂ സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ അവര് വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്.